തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് പോവുകയാണ്. കാക്കനാട് നിന്ന് അഹമ്മദ് മുസ്തഫയാണ് ഇപ്പോൾ ചേരുന്നത്. മുസ്തഫ, എറണാകുളം ജില്ല, പ്രത്യേകിച്ചും എറണാകുളം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. കാരണം പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഒരു കോർപ്പറേഷനാണ് UDF-ന്. അതോടൊപ്പം തന്നെ LDF-ന് അവിടെ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ മറ്റിടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം എത്രത്തോളമുണ്ട്? സൂചിപ്പിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നഷ്ടം അത് നികത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും UDF കഴിഞ്ഞ ക്യാമ്പയിനുകളിൽ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ആ രൂപത്തിലായിരുന്നു UDF-ന്റെ ഒരു പ്രചാരണവും മറ്റു നടപടികളും. പ്രത്യേകിച്ച് LDF-ന്റെ കുറേയധികം നടപടികൾ അതിരൂക്ഷമായി വിമർശിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് മേയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോയി. നിരവധി തവണയാണ് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. പക്ഷേ LDF വളരെ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് കുറേയധികം വിമതർ മത്സരരംഗത്തുണ്ട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നൗഫൽ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ വ്യത്യാസത്തിന്റെ പേരിൽ മാത്രം കൊച്ചി കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന, വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുന്ന ഗതിയിലേക്ക് കഴിഞ്ഞ തവണ ഉണ്ടായി. അതുകൊണ്ട് ഇത്തവണ അത് ഉണ്ടാവരുതെന്ന് നിർബന്ധ ബുദ്ധി UDF-ന്റെ ഭാഗത്തുനിന്ന് ആ രൂപത്തിൽ പ്രചാരണ രംഗത്തൊക്കെ കണ്ടതുമാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഒരു തൃക്കാക്കര നഗരസഭയിലെ ഒരു വാർഡിലാണ്. ഈ വാർഡിൽ വളരെ വേഗത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. 40% ഇതിനകം തന്നെ ഉയർന്നു എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അതായത് 2 വാർഡുകളിൽ 34, 35 തുടങ്ങിയ 2 വാർഡുകളിൽ ഈ സ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ നേരത്തെ തന്നെ നല്ല തിരക്കിലായിരുന്നു. ഒപ്പം തന്നെ ഇതിപ്പോൾ ഈ 34-ാം വാർഡിൽ മത്സരിക്കുന്നത് 35-ാം വാർഡിലും 5-ാം വാർഡ്, ഈ 2 സ്ഥാനത്ത് ഇത് ഭർത്താവാണ് നിഷാദ്, തൊട്ടപ്പുറത്ത് ഭാര്യയുണ്ട്. 2 സ്ഥാനാർത്ഥികളാണ്. അതോടൊപ്പം തന്നെ ലിബിയുണ്ട്, ഉണ്ണി കാക്കനാടുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികൾ 4, 5, 6 സ്ഥാനാർത്ഥികളൊക്കെ വളരെ സജീവമായി തന്നെ ഇവിടെ ഉണ്ട്. ആ രൂപത്തിൽ കാര്യങ്ങൾ പോകുന്നു. നേരത്തെ കുറേ അധികം ആളുകൾ ഈ തൊട്ടപ്പുറത്ത് ഗേറ്റിന് മുന്നേ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പരമാവധി ആളുകളെ വേഗത്തിൽ തന്നെ വോട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. മാത്രമല്ല എറണാകുളം ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും മുന്നിൽ എറണാകുളം ജില്ലയുണ്ട്. 1, 2 സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് എറണാകുളത്തെ വോട്ടിംഗ് നില അത് വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ കാര്യമായ ഒരു തിരക്കില്ല. പലരും ഒരു ഹോളിഡേ മൂഡിലാണ്, ഒരു ആലസ്യമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പരമാവധി വോട്ടർമാരെ ബൂത്തിൽ കൊണ്ടുവരാൻ മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരക്ക് കൂടാം. പക്ഷേ നഗരസഭകളും അതോടൊപ്പം തന്നെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40% മുകളിലേക്ക് വരെ പരമാവധി വോട്ടർമാർ ഇതിനകം തന്നെ ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. നൗഫൽ. യെസ്, എറണാകുളം ജില്ലയിൽ